നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇസ്രായേൽ ഇറാൻ യുദ്ധം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് എപ്പോൾ വേണമെങ്കിലും വലിയൊരു ലോകമഹായുദ്ധത്തിലേക്ക് നയിക്കാവുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു വേളയിൽ ഇപ്പോൾ വരുന്ന വാർത്ത, പ്രമുഖ അമേരിക്കൻ മാധ്യമ പ്രവർത്തക ഷെല്ലി കിറ്റ്സനെ ഇറാഖ് തലസ്ഥാനമായ ബാഗ്ദാദിൽ നിന്ന് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയി എന്നുള്ളതാണ്. ഇറാൻ പിന്തുണയുള്ള തീവ്രവാദ സംഘടനയായ കതൈബ് ഹിസ്ബുള്ളയാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് സംശയിക്കുന്നത്. ഇന്നലെ ബാഗ്ദാദിലെ അൽ സാദൂൺ സ്ട്രീറ്റിലുള്ള പാലസ്തീൻ ഹോട്ടലിന് സമീപത്ത് നിന്നാണ് കിറ്റിൽസനെ 4 അംഗ സംഘം ബലമായി തട്ടിക്കൊണ്ടുപോയത്. BBC, അൽ മോണിറ്റർ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് വേണ്ടി ദശാബ്ദങ്ങളായി മിഡിൽ ഈസ്റ്റിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര മാധ്യമ പ്രവർത്തകയാണ് ഷെല്ലി കിറ്റ്സൺ. സംഭവം നടന്നയുടൻ ഇറാഖ് സുരക്ഷാ സേന തട്ടിക്കൊണ്ടുപോയവരെ പിന്തുടരുകയും ഇതിനിടെ പ്രതികളുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയും ചെയ്തു. ഈ വാഹനത്തിൽ നിന്ന് ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തെങ്കിലും ഷെല്ലി കിറ്റിൽസൺ അതിലുണ്ടായിരുന്നില്ല. പ്രതികൾ ഇവരെ ഇതിനോടകം മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റിയതായാണ് സൂചന. നിലവിൽ കിഴക്കൻ ബാഗ്ദാദ് കേന്ദ്രീകരിച്ചാണ് ഇറാൻ സേന തിരച്ചിൽ ശക്തമാക്കിയിരിക്കുന്നത്. ഷെല്ലിക്ക് നേരെയുള്ള ഭീഷണിയെക്കുറിച്ച് മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകിയിരുന്നതായും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വ്യക്തമാക്കി. ഇവരെ എത്രയും വേഗം മോചിപ്പിക്കാനായി FBI-യുമായി ചേർന്ന് ഏകോപിത നീക്കങ്ങൾ നടത്തിവരികയാണെന്നും അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പായ കതൈബ് ഹിസ്ബുള്ള നേരത്തെയും സമാനമായ തട്ടിക്കൊണ്ടുപോകലുകൾ നടത്തിയിട്ടുണ്ട്. തട്ടിക്കൊണ്ടുപോകലിന്റെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളും അൽ അറബിയ സോഷ്യൽ മീഡിയയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. അൽ സാദൂൺ സ്ട്രീറ്റിലെ ബാഗ്ദാദ് ഹോട്ടലിന് സമീപം റോഡരികിൽ നിൽക്കുകയായിരുന്നു കിറ്റിൽസൺ. ആ സമയത്ത് ഒരു കാറിലെത്തിയ സംഘം അവരെ ബലം പ്രയോഗിച്ച് വാഹനത്തിനുള്ളിലാക്കി വേഗത്തിൽ ഓടിച്ചു പോകുകയായിരുന്നുവെന്നും വീഡിയോ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നു. രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പ്രതികളുടെ വാഹനം അപകടത്തിൽപ്പെട്ട വാഹനത്തിൽ നിന്നും ഒരു പ്രതിയെ സുരക്ഷാ സേന കസ്റ്റഡിയിലെടുത്തു. 2023 ഗവേഷകയായ എലിസബത്ത് സുർക്കോവിനെയും തട്ടിക്കൊണ്ടുപോയതും ഇതേ ഗ്രൂപ്പായിരുന്നു. ഇറാനിലെ ഊർജ്ജ സ്രോതസ്സുകൾ തകർക്കുമെന്ന് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെ തങ്ങളുടെ ശത്രുക്കൾ മരണത്തിന്റെ കയ്പ് അനുഭവിക്കുമെന്ന് കതൈബ് ഹിസ്ബുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് അമേരിക്കൻ മാധ്യമപ്രവർത്തകയെ ലക്ഷ്യം വെക്കപ്പെട്ടത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ സംഘർഷം അതിരൂക്ഷമായി തുടരുന്നതിനിടെയാണ് ഈ സംഭവം. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ അധിനിവേശം തുടരുകയാണ്. ഇതിനിടെ ദുബായ് തീരത്തും കുവൈറ്റ് എണ്ണക്കപ്പലിന് നേരെ ആക്രമണമുണ്ടായതും ലണ്ടനിൽ ഇന്ധനവില വർധനവ് രേഖപ്പെടുത്തിയതും മേഖലയിൽ യുദ്ധം ലോകരാജ്യങ്ങളെ എത്രത്തോളം ബാധിക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഏതായാലും ആ ഒരു യുദ്ധസമാനമായ സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് ഇപ്പോൾ അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ട് അമേരിക്കയുടെ ഒരു മാധ്യമ പ്രവർത്തകയെ പട്ടാപ്പകൽ ഇത്തരത്തിൽ ഒരു കൂട്ടം ആളുകൾ തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഇനി ആരാണ് ഈ ഷെല്ലി കിറ്റിൽസൺ? ഇറാഖ്, അഫ്ഗാനിസ്ഥാൻ, മിഡിൽ ഈസ്റ്റ് എന്നിവയുൾപ്പെടെ ലോകത്തിലെ ഏറ്റവും അസ്ഥിരമായ ചില പ്രദേശങ്ങളിൽ നിന്ന് വർഷങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്വതന്ത്ര പത്രപ്രവർത്തകയാണ് ഷെല്ലി കിറ്റിൽസൺ. ഇറാഖിലെ ഇറാൻ അനുകൂല മിലിഷ്യകളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് നിരന്തരം റിപ്പോർട്ട് ചെയ്തിരുന്ന വ്യക്തി കൂടിയാണ്. ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന US-ഇസ്രായേൽ യുദ്ധത്തിൻ്റെ ആഘാതം റിപ്പോർട്ട് ചെയ്യുന്നതിനായി അവർ ഇറാഖിലേക്ക് യാത്ര ചെയ്തിരുന്നു. സംഘർഷം എങ്ങനെ വികസിക്കുന്നുവെന്നും മേഖലയെ എങ്ങനെ ബാധിക്കുന്നുവെന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. വർഷങ്ങളായി അൽ മോണിറ്റർ, ഫോറിൻ പോളിസി, BBC, പൊളിറ്റിക്കോ, ന്യൂ ലൈൻസ് മാഗസിൻ തുടങ്ങിയ നിരവധി പ്രമുഖ അന്താരാഷ്ട്ര പ്രസിദ്ധീകരണങ്ങളിൽ അവരുടെ കൃതികൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റ്സിനെതിരായ പോരാട്ടത്തിൽ മുൻനിര പ്രദേശങ്ങളിൽ നിന്നുള്ള കവറേജ് ഉൾപ്പെടെ ഓൺ ഗ്രൗണ്ട് റിപ്പോർട്ടിങ്ങിന് അവർ പ്രശസ്തി നേടിയിട്ടുണ്ട്. ഇറാഖിലെ ഇറാൻ അനുകൂല സായുധ സംഘങ്ങളുടെ പങ്കിനെക്കുറിച്ചും അവരുടെ റിപ്പോർട്ടിംഗ് പരിശോധിച്ചിട്ടുണ്ട്. ഇറാഖിൽ മാധ്യമപ്രവർത്തകരെ തട്ടിക്കൊണ്ടുപോയത് ഒറ്റപ്പെട്ട സംഭവമല്ല. 2023 മാർച്ചിൽ റഷ്യൻ ഇസ്രായേൽ ഗവേഷകയായ എലിസബത്ത് സുർക്കോവിനെ ബാഗ്ദാദിലെ ഒരു കഫേയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി. ഇറാഖി അനുകൂല മിലിഷ്യയായ കതൈബ് ഹിസ്ബുള്ള 2 വർഷത്തിലേറെയായി എലിസബത്ത് സുർക്കോവിനെ തടങ്കിൽ വെച്ച ശേഷം 903 ദിവസത്തിന് ശേഷമാണ് വിട്ടയച്ചത്. നിലവിൽ ഇവരുടെ ജീവൻ അപകടത്തിലാണെന്ന ആശങ്കയിലാണ് അന്താരാഷ്ട്ര മാധ്യമ സമൂഹം. ഇറാഖ് പ്രധാനമന്ത്രി മുഹമ്മദ് ഷിയ അൽ സുഡാനിയുടെ നിർദ്ദേശപ്രകാരം
സുരക്ഷാ സേന ബാഗ്ദാദിൽ വ്യാപകമായ തിരച്ചിൽ തുടരുകയാണ്. BBC ഉൾപ്പെടെയുള്ള വമ്പൻ മാധ്യമങ്ങൾക്ക് വേണ്ടി യുദ്ധവാർത്തകൾ നൽകുന്ന ഷെല്ലി കിറ്റിൽസനെ ചൊവ്വാഴ്ച വൈകിട്ടാണ് ബാഗ്ദാദിലെ പലസ്തീൻ ഹോട്ടലിന് സമീപം വെച്ച് സായുധ സംഘം തട്ടിക്കൊണ്ടുപോയത്. 4 അംഗ സംഘം ഇവരെ ബലമായി വാഹനത്തിൽ കയറ്റി പാഞ്ഞതോടെയാണ് ഇറാഖ് സൈന്യം പിന്നാലെ കൂടി. സൈന്യം പിന്തുടരുന്നതിനിടെയാണ് ഭീകരരുടെ വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. എന്നാൽ സൈന്യം എത്തുമ്പോഴേക്കും ഷെല്ലിയെ മറ്റൊരു വാഹനത്തിലേക്ക് മാറ്റി ഭീകരർ കടന്നു കളഞ്ഞു. നിലവിൽ ഇറാഖ് സൈന്യവും അമേരിക്കൻ ചാരസംഘടനയായ FBI സംയുക്തമായി ബാഗ്ദാദിൽ അരിച്ചു പെറുക്കുകയാണ്. ഇറാൻ അനുകൂല കേന്ദ്രങ്ങൾ തകർക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയതിന് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് അമേരിക്കൻ പൗരന്മാരെ ലക്ഷ്യം വെച്ച് ഭീകരർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. മരണത്തിന്റെ കയ്പ് ശത്രുക്കൾ അറിയുമെന്ന് കത്തൈബ് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം പരസ്യമായി ഭീഷണി മുഴക്കിയിരുന്നു. മുൻപും ഇത്തരത്തിലുള്ള ആളുകളെ മറ്റുള്ള രാജ്യങ്ങളിലെ തങ്ങളുടെ ശത്രു രാജ്യങ്ങളിലെ പൗരന്മാരെ തട്ടിക്കൊണ്ടുപോയി വർഷങ്ങളോളം തടവിൽ വെച്ചതിന് ശേഷം വിട്ടയക്കാറുണ്ട്. അതേ സംഘം തന്നെയാണ് ഇപ്പോൾ ഷെല്ലിയെയും റാഞ്ചിയിരിക്കുന്നത്. ഏതായാലും ഷെല്ലിയുടെ ജീവൻ അപകടത്തിലാണെന്ന ആശങ്കയിലാണ് ഇപ്പോൾ അമേരിക്കയും അന്താരാഷ്ട്ര മാധ്യമ ലോകവും. യുദ്ധഭൂമിയിലെ ഈ തട്ടിക്കൊണ്ടുപോകൽ വരും ദിവസങ്ങളിൽ മേഖലയിലെ സംഘർഷം കൂടുതൽ വഷളാക്കുമെന്ന് ഉറപ്പാണ്. ഏതായാലും FBI ഇറാഖ് സേനയും ചേർന്ന് തിരച്ചിൽ തുടരുകയാണ്. ഷെല്ലിയെ ജീവനോടെ തന്നെ കണ്ടെത്താൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ FBI ഉള്ളത്.